കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപകരുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഈ കാലയളവിൽ പുതിയതായിട്ട് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ മാറി. അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റതോടെ അദ്ദേഹത്തിൻ്റെ ചില കടുംപിടുത്തങ്ങൾ കാരണം ഓഹരി വിപണി നിത്യേന എന്നോണം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വർണം വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമുക്കൊക്കെ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് സ്വർണത്തിൻ്റെ മുന്നേറ്റം. ഈ കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലും ആഗോള ഓഹരി വിപണികളിലും നിക്ഷേപകർ ഓഹരി വിപണിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ, അഥവാ അതൊരു ഗെയിമായി കണ്ടുകൊണ്ട്, സ്വന്തം മൊബൈൽ ഫോണിൽ കളിക്കാവുന്ന ഒരു ഗെയിമായി കണ്ടുകൊണ്ടാണ് പലരും വന്നിരുന്നത്. ഓഹരി താഴേക്ക് പോയ ഈ അവസ്ഥയിൽ അവരൊക്കെ ആശങ്കയിലാണ്. ഈ അവസ്ഥയിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കാൻ ഹെഡ്ജ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അലക്സ് കെ ബാബു നമ്മോടൊപ്പമുണ്ട്. ഓഹരി വിപണിയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിക്ഷേപകരുടെ സമീപനത്തെക്കുറിച്ചും ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മോട് സംസാരിക്കും. നമസ്കാരം അലക്സ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓഹരി വിപണിയിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നവർ ഓഹരിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ അല്ലെങ്കിൽ അവബോധമില്ലാതെ ഒരു ഗെയിം എന്നുള്ള രീതിയിലാണ് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഈ നിക്ഷേപകരൊക്കെ ഇപ്പോൾ, അല്ലെങ്കിൽ ഈ ട്രേഡേഴ്സൊക്കെ ഇപ്പോൾ അങ്കലാപ്പിലാണ്. ഇത്തരക്കാരെ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ടായിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാവരും ട്രേഡേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് മോസ്റ്റ്ലി ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ആസ്പെക്റ്റിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി സെബിയുടെ റിപ്പോർട്ട്സും ഉണ്ട്. അതിൻ്റെ അത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 3 വർഷമായിട്ട് ഏകദേശം 1.5 ലക്ഷം കോടിയാണ് ലോസസ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പറഞ്ഞ ഡെറിവേറ്റീവ് പൊസിഷൻസിൽ വന്നിരിക്കുന്നത്. അതെല്ലാം ഈ റീറ്റെയിൽ ആൾക്കാരുടെയാണ് പോയിരിക്കുന്നത്. 91% ആൾക്കാരും റീറ്റെയിലാണ് അതിൻ്റെ അകത്ത് ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറി വളരെയധികം ഇമ്പ്രൂവ് ആയി ചെയ്തു. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഗെയിമിന് വേണ്ടി വന്ന ആൾക്കാരല്ല, അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ കണ്ടാൽ ഡിമാറ്റ് അക്കൗണ്ട്സ് എല്ലാം കൂടെ ഒരു 10-15 കോടി ഡിമാറ്റ് അക്കൗണ്ട്സും എറൗണ്ട് ഒരു 7 crore ഡിമാറ്റ് ഫോളിയോ മ്യൂച്വൽ ഫണ്ട് ഫോളിയോസും ഉണ്ടായി. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി 60 ലക്ഷം കോടിയുടെ മുകളിലേക്ക് മാറുകയും ചെയ്തു. കാരണം നമ്മൾ എങ്ങനെയാണത് 60 ലക്ഷം കോടി എന്ന് പറയുന്നത്, നമ്മുടെ FD മാർക്കറ്റ് എന്ന് പറയുന്നത് എറൗണ്ട് 120 ലക്ഷം കോടിയാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ 50% എന്നുള്ള ഒരു വാല്യുവേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും വളർക്കുകയും ചെയ്തു. അപ്പം എന്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അതിൻ്റെ നല്ലതും തീയതും വശമുണ്ടാകും. അപ്പം ഈ കഴിഞ്ഞ കോവിഡിന് ശേഷമാണ് മാർക്കറ്റ് ഇത്രയും ഒരു വൺ സൈഡ് റാലി വന്നത്. 2020 തൊട്ട് 2025 വരെ കോവിഡിലുണ്ടായിരുന്നൊരു ഡിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു മാർക്കറ്റ് റാലി ഉണ്ടായി. ആ റാലിയിൽ ആണ് ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ടായത്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ആൾക്കാരും ഉണ്ടായി, ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ കാറ്റഗറി ആൾക്കാർ ലാഭം നന്നായിട്ട് എടുത്തു. ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ആൾക്കാർ കുറച്ച് പേര് ലാഭം എടുത്തിട്ടുണ്ടാവും, പക്ഷേ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ അകത്തൊരു ഗെയിം പോലെ കളിച്ച്. കാരണം ഗാംബ്ലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലാഭനഷ്ട കണക്കെന്ന് പറയുമ്പോൾ നെറ്റ് ഇഫക്റ്റ് എപ്പോഴും വട്ടപൂജ്യമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതേ ഒരു ആംഗിളിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം ഈ ഡിസ്കഷൻ വരുന്നതിൻ്റെ കാരണം തന്നെ ഞങ്ങളെല്ലാവരും തമാശയ്ക്ക് പറയും, ഞങ്ങളെപ്പോലത്തുള്ള അഡ്വൈസേഴ്സിനും പ്രൊഫഷണൽസിനും ഒന്നും ജോലിയില്ല, ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വലിയ വലിയ പ്രൊഫഷണൽസാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ബാഡ് ആകുമ്പോഴേ നമ്മളിവിടുത്തെ വന്ന് ചോദിക്കുകയുള്ളൂ, പ്രശ്നങ്ങൾ വരുമ്പോഴേ ചോദിക്കുകയുള്ളൂ. കാരണം ഒരു രീതി ഇപ്പോൾ ഉണ്ടോ? 100% ഉണ്ട്. കാരണം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഇപ്പോൾ ഗൂഗിൾ ഡോക്ടേഴ്സാണ്. നമ്മൾ തന്നെ ഗൂഗിളിൽ നോക്കും, ഓക്കെ നമുക്കത് വയറുവേദനയാണ്, തലവേദനയാണ്, അതിന് തന്നെയാണ് നോക്കി ഇന്ന മരുന്ന് കഴിക്കും, കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള കാര്യം വരുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കുന്നത്. അപ്പോൾ അതേ ഒരു സാഹചര്യമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേത് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നു, അവർക്ക് പോലും അറിയാത്ത സ്റ്റോക്കുകളിലും അവർക്ക് പോലും അറിയാത്ത ഫണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം സിറ്റുവേഷൻ കുറച്ച് പ്രയാസം വരുമ്പോൾ പ്രൊഫഷണൽസിനെ സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൊഫഷണലിനെ സമീപിക്കുമ്പോഴും അവിടെ നമ്മൾ പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗോ ബാക്ക് ടു ബേസിക്സ്. അറിയാവുന്ന കമ്പനികളിൽ വാങ്ങിക്കുക, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിലും സർവീസ് ചെയ്യുന്ന കമ്പനികളിലും വാങ്ങിക്കുക. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ സ്വീകരിക്കുക. കാരണം SIP എന്ന് പറയുന്നൊരു ഡിസിപ്ലിനാണ്.
സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ഒരു കഴിഞ്ഞ ഡേറ്റ വായിച്ചത് ഈ ഓൺലൈൻ ഫേംസ് ത്രൂ സ്റ്റാർട്ട് ചെയ്യുന്ന SIPs ആവറേജ് ലൈഫ് 6 മാസമേ ഉള്ളൂ. കാരണം അവർ രജിസ്റ്റർ ചെയ്യുന്നത് വർഷങ്ങൾക്കായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്, പക്ഷേ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ത്രൂ രജിസ്റ്റർ ചെയ്യുന്ന SIPsന് ആവറേജ് ലെങ്ത്ത് 3 ഇയേഴ്സാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഉടനെ ഒരാളെ വിളിക്കും, ഞാൻ എന്ത് ചെയ്യണം, വിൽക്കണോ വാങ്ങണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചോദിക്കും. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ കൊടുക്കും, ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഐ തിങ്ക് ബോത്ത് ആർ റൈറ്റ്. ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് ഓൺ ദിസ്. രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യും. അത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ അല്ലാത്ത അഡ്വൈസേഴ്സ് ത്രൂ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഇന്നിപ്പം മാർക്കറ്റിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ ഐ തിങ്ക് പാനിക്ക് ചെയ്യാണ്ട് ഗോ ബാക്ക് ടു ബേസിക്സിനെ ഞങ്ങൾ പറയുള്ളൂ. ജനറലി എല്ലാവരോടും പറയുകയാണെങ്കിൽ ഗോ ബാക്ക് ടു ബേസിക്സ്. ഏത് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് ഡിസിപ്ലിനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സ്വന്തം അവലോകനം ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ വിപണി ഇങ്ങനെ കയറിപ്പോയിരുന്ന സമയത്ത് ഇതിലേക്ക് വരാൻ പറ്റാതിരുന്നവർക്ക് ഇപ്പോൾ പറ്റിയ അവസരമാണോ? ഈ അവസരത്തെ നിക്ഷേപിക്കാമോ? ഏത് സമയം മാർക്കറ്റിൽ എന്ന് പറയുന്നൊരു പെർസ്പെക്റ്റീവ് അല്ലേ. ഞാൻ ഇന്ന് തുടങ്ങുന്ന ഇന്ന് 18 വയസ്സാവുന്ന അല്ലെങ്കിൽ 20 വയസ്സാവുന്ന ഒരു കുട്ടി ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ ഇന്ന് തൊട്ടല്ലേ തുടങ്ങുന്നത്. അത് ഒരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ നടുവിലോ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഹൈയിലോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റിൻ്റെ ലോയിലോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന ഒരു പെർസ്പെക്റ്റീവ് ചോദിക്കുന്നത്, നമ്മൾ ഒരു വർഷത്തെ പെർസ്പെക്റ്റീവിലായിരിക്കും പറയുന്നത് മാർക്കറ്റ് ഇപ്രാവശ്യം മോശമായിപ്പോയി അല്ലെങ്കിൽ നന്നായിപ്പോയി. പക്ഷേ ഒരു 5 വർഷം പെർസ്പെക്റ്റീവിൽ മാറുമ്പോൾ അത് മാറി, 10 വർഷം പറയുമ്പോൾ മാറും. അപ്പം ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റോ ഓർ എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദാറ്റ് മാറ്റർ, ഒരു സ്ഥലത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, എല്ലാത്തിലാണെങ്കിലും എക്സെപ്റ്റ് ഫോർ FD ഓർ സ്ഥിര നിക്ഷേപ മാർഗങ്ങളല്ലാണ്ട് എന്ത് ക്യാപിറ്റൽ അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും സാധ്യതയുള്ള ഏത് സ്ഥലത്തും ചെയ്യുമ്പോൾ ഒരു ടൈം പെർസ്പെക്റ്റീവിൽ വേണം അവരതിനെ അപ്രോച്ച് ചെയ്യാൻ. ഇപ്പോൾ ഒരു 1 ഇയർ പെർസ്പെക്റ്റീവിൽ എത്തുമ്പോൾ നമുക്കറിയാം ടഫ് മാർക്കറ്റാണ്. പക്ഷേ ഒരു 3 ഇയർ 5 ഇയർ പെർസ്പെക്റ്റീവിലാണെങ്കിൽ അത് ടഫ് മാർക്കറ്റ് ആവില്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്, ഇന്ന് മാത്രമല്ല. അപ്പം ഇന്നിപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് പാനിക് ചെയ്യേണ്ട സമയമല്ല എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ് പോകേണ്ടത്. കാരണം നമ്മളെപ്പോഴും ഗോ ബാക്ക് ടു അവർ ബേസിക്സ്. കാരണം ഇപ്പം നടക്കുന്ന ഒരു ഗ്ലോബൽ ട്രേഡ് വാറിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ പൊസിഷനിങ് എന്താണെന്ന് നോക്കുക. ഞങ്ങളുടെ അഡ്വൈസറി മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇന്ത്യ എപ്പോഴും കാണിച്ചിരിക്കുന്ന ഒരു റെസല്യൂട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ന്യൂട്രൽ സ്റ്റാൻഡാണ്. അത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരുന്നത് റഷ്യ ഉക്രൈൻ വാറിൽ നമ്മൾ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു. നമ്മൾ റഷ്യൻ ചീപ്പ് ഓയിൽ വാങ്ങിക്കുകയും ചെയ്തു, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റിനും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. അതിനെല്ലാവരോടും അതിനനുസരിച്ചിട്ടുള്ള നെഗോഷിയേഷൻ ടേബിൾസ് നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ലീഫ് നമ്മൾ പുറത്തെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ടാരിഫ് വാറിൻ്റെ ഇടയിലും I strongly feel, or we as a company, we strongly feel that we will eventually, India will be the biggest winner in this trade-off between US and China. ഇപ്പോൾ 2 പേര് തമ്മിലാണ് മെയിൻ വാർ, US-ഉം ചൈനയും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന അംഗങ്ങളും കണികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ഗെയിമിൽ ഐ തിങ്ക് ഇന്ത്യ മൈറ്റ് ബിക്കം എ ഗുഡ് വിന്നർ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. അതെങ്ങനെയായിരിക്കും? സോ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം US-ൽ ഇപ്പോൾ എന്തായാലും ചൈനയായിട്ട് ഹയർ ടാരിഫ്സ് ആയിരിക്കും. അപ്പോൾ ഓബ്വിയസ്ലി മാനുഫാക്ചറിങ് കമ്പനീസ് വിൽ ഹാവ് ടു ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ്. അപ്പോൾ ഇന്ത്യ വിൽ ബി കോമ്പറ്റൻറ്റ്, ടാരിഫിൻ്റെ ബേസിൽ കോമ്പറ്റൻ്റ് ആയിരിക്കും. അപ്പോൾ US ഇസ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ. അപ്പോൾ അവിടെ US-ന് ഒരു റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ആപ്പിൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആലോചിക്കുക. ആപ്പിളിൻ്റെ ഓൾമോസ്റ്റ് 15% പ്രൊഡക്ഷൻ ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അത് ഇനിയും കൂടുകയേ ഉള്ളൂ, ഓൾറെഡി അനൗൺസ്ഡ് ആയി. അത് ഇനി പല ഫാക്ടറീസും പല ഇതും കൂട്ടിയിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടി കൂടാനേ പോകുന്നുള്ളൂ. അതൊരു സൈഡിൽ. രണ്ടാമത്തെ കാര്യം, ചൈന അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചൈന ഈസ് എ ലാർജ് സപ്ലയർ. ദേ ഹാവ് ടു സപ്ലൈ സംവെയർ. അവർക്ക് എവിടെയും സപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്, അവർ ചീപ്പർ മെറ്റീരിയൽ ഇവിടെ സപ്ലൈ ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താ? നമുക്ക് ഇൻഫ്ലേഷൻ ഒരു പ്രോബ്ലം ആയിരുന്നു. നമുക്കൊരു ഇൻഫ്ലേഷൻ പ്രോബ്ലം അല്ലാണ്ടാവുകാൻ വേണ്ടി ചൈന സപ്പോർട്ട് ചെയ്യുകയും നമുക്കൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ US സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ഇതൊരു ഭയങ്കര വിന്നിങ് അല്ലേ?
ചൈനയ്ക്ക് വേറൊരു മാർക്കറ്റിൽ കൊടുക്കണ്ടേ? നമ്മൾ 150 കോടിയുള്ള മാർക്കറ്റ്, 150 കോടി ജനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന മാർക്കറ്റല്ലേ. അപ്പോൾ അവർക്ക് US കൺസ്യൂം ചെയ്തില്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ അവർ നമ്മുടെ ഇതിലേക്ക് വരുന്നു, നമുക്കിവിടുന്ന്. ഇത് ഞാൻ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ചൈന എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവായിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രീസ് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് റോ മെറ്റീരിയലാണ് ചീപ്പായിട്ട് അവിടെ നിന്ന് കിട്ടേണ്ടത്. ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസിനെ ബാധിക്കും. അപ്പോൾ ഇതിന് ഒരുപാട് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വരവ് പറ്റില്ല. അത് വന്നാൽ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എല്ലാം പൊട്ടിപ്പോകും. പക്ഷേ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കോമ്പണൻസ് ഇല്ലേ, ചീപ്പ് കോമ്പണൻസ് കിട്ടിയാൽ നമുക്കിവിടെ കുറേ കൂടെ കോമ്പറ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം നമ്മുടെ ഇവിടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എല്ലാം ബാധിക്കും. അപ്പം ഇതൊരു ഗെയിമാണ്. അത് എങ്ങനെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പ്ലേ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇരിക്കുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റിന് അതിനുള്ള സ്കില്ലുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇതുവരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ കണ്ടിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി അക്രോസ് എവറി ഗവൺമെൻറ്റ്സ് വി ഹാവ് ഓൾവേസ് സ്റ്റാൻഡ്, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇസ് ഓൾവേസ് ബീൻ ന്യൂട്രൽ ആൻഡ് വി ഹാഡ് ഓൾവേസ് ചേരിചേരാ നയം എന്നുള്ള പേര്. ആ ചേരിചേരാ നയം നമ്മൾ എപ്പോഴും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അത് നമുക്ക് ഫൈനലി വി വിൽ ബി എ വിന്നർ എന്നുള്ളതാണ് ഐ പേഴ്സണലി ഫീൽ. ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് പുതിയ ടാക്സ് റെജീമാണ് വരുന്നത്. പലരും പുതിയ ടാക്സ് റെജീമിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം 12 ലക്ഷം രൂപ വരെ നികുതി കൊടുക്കേണ്ട. പക്ഷേ പഴയ രീതി അനുസരിച്ച്, പഴയ ടാക്സ് റെജീം അനുസരിച്ച് നികുതി ഇളവ് കിട്ടുന്ന കുറേ പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികൾക്ക് എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മളെ നിക്ഷേപിക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു താല്പര്യത്തെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്? ഞാനൊരു ഫിനാൻസ് മാർക്കറ്റ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ എനിക്ക് കൂടുതൽ അതിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എനിക്കും അത് താല്പര്യമാണ്, കൂടുതൽ ആൾക്കാർ ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരിക. പക്ഷേ ഞാൻ ഗവൺമെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ, അവരുടെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ നമ്മുടെ രാജ്യം വളരെ ഭയങ്കര വലുതായ ഒരു രാജ്യമാണ്. 140 കോടി ജനങ്ങൾ, 150 കോടി ജനമുള്ള ഒരു രാജ്യം. അവിടെ നമുക്ക് തന്നെ അറിയാം ടാക്സ് പേയേഴ്സ് എത്രയാണ്. എല്ലാം കൂടെ 6 കോടി 7 കോടി ആൾക്കാരേ ഉള്ളൂ. അതിലും തന്നെ ആക്ച്വലി ആ മെയിൻ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാർ വളരെ കുറച്ച്. അപ്പോൾ ആക്ച്വലി ഇതൊന്നും ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്കാർ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവ്. അപ്പോൾ പിന്നെ അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇത് സിംപ്ലിഫൈ ചെയ്യുക, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് 12 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട, 12 കഴിഞ്ഞാൽ ഞാൻ ഇത്ര ടാക്സ് കൊടുക്കണം. ഇതിൻ്റെ അത് ഇന്ന കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അവിടെ കുറഞ്ഞ് കിട്ടും, ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റേഴ്സിന് പൈസ കൊടുക്കുന്നതിൻ്റെ ആണോ ഞാൻ സ്വന്തമായിട്ട് കമ്പ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതാണോ എളുപ്പം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവർ ചിന്തിക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല പറയണേ. കാരണം ഞാനൊരു ഫിനാൻസ് മാർക്കറ്റ് പ്രൊഫഷണൽ ഉള്ളപ്പോൾ എനിക്ക് ഏർലിയർ റെജീമാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അവിടേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചാനലൈസ് ചെയ്ത് വരുന്നത്. അത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരുടെ പെർസ്പെക്റ്റീവിൽ ഇതായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഈ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. നെറ്റ് ഇഫക്റ്റ് അതിന് ഇൻസെൻറ്റീവ് കൊടുത്താലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു വേൾഡിൽ നമുക്ക് എന്ത് കാര്യം പഠിക്കണം, എന്ത് കാര്യം ചെയ്യണം എന്നറിയാൻ വേറെ ആരും നമ്മളെ പ്രോംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വിരൽത്തുമ്പിലുണ്ട്. അപ്പം നമുക്ക് ഒരു പൈസ വരുമ്പോൾ നമ്മൾ എത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചോയ്സാണ്. അത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബെറ്റർ എന്നുള്ളത് അറിയുന്നതും നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സായിട്ട് മാറിയപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓവറോൾ മാർക്കറ്റ് നോക്കൂ, ഭയങ്കര മാർക്കറ്റ് വലുതായില്ലേ. 60 ലക്ഷം കോടിയുടെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റായില്ലേ, 10-15 കോടിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ആയില്ലേ, ഇത്രയും ആയല്ലോ. അപ്പോൾ പിന്നെ ഐ തിങ്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കൺസിഡർ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ കരയാണ്ടിരിക്കുന്നതാണ് നല്ലത്. മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം അലക്സ് പറഞ്ഞു ടെക്നോളജി ഇക്കോണമിയെ ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെക്നോളജി കൊണ്ട് ജോബ് ലോസ് ആകുമോ, ഇക്കോണമിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ, BFSI ഫീൽഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരിക? സോ ഓവറോൾ ഒരു കാര്യം ഷുവറാണ്, ഈ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ടെക്നോളജിയുടെ മുകളിലേക്ക് പോകേണ്ട കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. ടെക്നോളജിയുടെ മുകളിലേക്ക് പോകുമ്പോൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെക്കാട്ടി വല്ല ടെക്നോളജിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ടച്ച് ഫീൽ, ഇമോഷൻസ്, EQ, നമ്മുടെ
ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്ക് എത്താൻ പറ്റില്ല. ഒരു കോൾ സെൻറ്ററിൽ ഒരാളെ വിളിക്കുമ്പോഴും ഒരു EQ ഉണ്ട്, ബാക്കിയെല്ലാം ഓപ്സാണ്. EQ എന്ന് പറയുന്നത് എത്തണമെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ പറ്റുള്ളൂ. അപ്പം EQ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കാൻ സാധിക്കുന്ന ആൾക്കാർ. കാരണം ജോലിനെ കാണുന്നത് എനിക്കൊരു വികാരം ഇല്ലാണ്ട് പറയുന്ന ഒരാളാണെങ്കിൽ അത് ടെക്നോളജി എന്ന് എടുത്തു പോകും. അപ്പോൾ EQ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ടെക്നോളജി ഇന്നും ഇതിൻ്റെ മോഡൽസിനെ എഴുതുന്ന ഒരാൾക്കാരുണ്ട്. ഇതിൻ്റെ നോളജ് ലെവലിൽ ഇതിൻ്റെ ഡൊമൈൻ നോളജ് മുകളിലുള്ള ആൾക്കാരുണ്ട്. ആ ഡൊമൈൻ നോളജിൻ്റെ വെച്ചിട്ടാണ് ഇവരെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനുള്ള ഒരു കാര്യം EQ ആണ്, പെർസ്പെക്റ്റീവാണ്, വിഷനാണ്. ടെക്നോളജിക്ക് ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹ്യൂമൻ റിസോഴ്സിന് മാത്രമേ പെർസ്പെക്റ്റീവും ഇമോഷണൽ കോഷ്യൻറ്റും കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ രീതിയിൽ വേണം നമ്മൾ ഇതിന് നിൽക്കാൻ. ടെക്നോളജീനെ നമ്മൾ എതിർക്കുന്നതിന് പകരം ടെക്നോളജി എനേബിളറായിട്ട് മാറണം. നമ്മുടെ ബിസിനസ്സിനെയൊക്കെ എനേബിളറായിട്ട് BFSI സെഗ്മെൻറ്റിൽ നമ്മൾ ടെക്നോളജി, ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ടെക്നോളജി ഡു ഇറ്റ് യുവർ സെൽഫ് അല്ല. ഇപ്പോൾ സെറോദ പോലത്തെ ഫുൾ ഡു ഇറ്റ് യുവർ സെൽഫ് പ്ലാറ്റ്ഫോംസ് അല്ല. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ടച്ചുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് തന്നെ 40 വയസ്സിന് മുകളിലാണ്. 20 to 40 അല്ല നമ്മുടെ ഓഡിയൻസ്. കാരണം അവർ ഡു ഇറ്റ് യുവർ സെൽഫാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരും പ്രായമാവും, ഇവർക്കും 40 years ആവും. 40 years ആകുമ്പോൾ അതിലേക്ക് വരുമോ? 100% വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്ന്, അവർക്ക് അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അപ്കീപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പ്രായമാകും തോറും അവർക്കൊരു ഹ്യൂമൻ ടച്ചും ഹ്യൂമൻ കൺഫർമേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ സൈബർ സെക്യൂരിറ്റി നോംസ് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. സൈബർ സെക്യൂരിറ്റി നോംസ് കൂടിക്കൊണ്ടിരിക്കും. ഒരു സാധാരണ കൊമേഴ്സ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ഫിനാൻഷ്യൽ ഇത് ചെയ്യുന്നതെന്നാണ്, ഫിനാൻഷ്യൽ കൊമേഴ്സ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിന് കുറേ കൂടെ ലെയേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. ആ ലെയേഴ്സ് കൂടെ നമ്മൾ ഡു ഇറ്റ് യുവർ സെൽഫ് ചെയ്യണമെങ്കിൽ ഭയങ്കര ടഫായിരിക്കും. അപ്പം ദേ നീഡ് എ ഓപ്പറേഷണൽ സപ്പോർട്ട് ഓൾ ദ സെയിം. അപ്പം ഇൻ ദാറ്റ് ഫ്രെയിം ഐ തിങ്ക് BFSI, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് വിൽ ബി ദ ഏർലി അഡോപ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിൽ പോകാറില്ല, പേയ്മെൻറ്റ് കണ്ടെങ്കിൽ UPIയിലാണ് ചെയ്യുന്നത്, എല്ലാം ആണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ICICI ബാങ്കിൻ്റെ ഇവിടുത്തെ സ്റ്റേറ്റ് ഹെഡിനോട് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, അദ്ദേഹം 20 ബ്രാഞ്ച് വീണ്ടും ഓപ്പൺ ചെയ്യാണ്, കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഒരു വേൾഡിൽ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നും ആൾക്കാർക്ക് എല്ലാം ട്രാൻസാക്ഷൻ ബ്രാഞ്ചിലൊന്നും വരില്ല. പക്ഷേ അവർക്ക് എൻ്റെ ബ്രാഞ്ച് അവിടെ ഉണ്ടെന്ന് അറിയണം. ഇപ്പം ഞാൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഏത് ബ്രാഞ്ച്, എനിക്കൊരിടത്ത് ഓടിപ്പോകാനൊരു സ്ഥലം വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി അവരുടെ ബിസിനസ് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഓൺലൈൻ കൊടുക്കാൻ പറ്റില്ല, അവിടെ പോകണം. രണ്ടാമത് പിന്നെ സേഫ് ലോക്കർ ഫെസിലിറ്റീസൊക്കെ അവരുടെ വേണം എന്ന് പറഞ്ഞു. അപ്പം അത് വളരെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാരണം അല്ലെങ്കിൽ ഞാനും ആലോചിക്കുമായിരുന്നു എന്തിനാണ് ഇവർ തുടങ്ങി പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ബിസിനസ്സാണ്. പക്ഷേ അവരുടെ ബിസിനസ് മോഡൽ മാറ്റി 2500 സ്ക്വയർ ഫീറ്റിന് ഒരു ബ്രാഞ്ചിന് പകരം 800 സ്ക്വയർ ഫീറ്റ് മതി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. എല്ലാം കൂടെ 4-5 പേര് മതി. പണ്ട് 25 പേരുണ്ടായിരുന്ന സ്ഥലത്ത് 4-5 പേര് മതി. പക്ഷേ ആ ടച്ച് പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് മാറ്റുന്നതാണ് ബിസിനസ്. മനസ്സിലായില്ലേ? അപ്പം ടെക്നോളജി ഒരു എനേബിളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ടെക്നോളജി എനേബിളറാവും, ഹ്യൂമൻ റിസോഴ്സ് അതിന് പാരലായിട്ട് വേറെ ടച്ച് പോയിൻറ്റ്സിലേക്ക് മൂവ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ധാരണ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ടെടുക്കാൻ. ഐ തിങ്ക് BFSI will be the early adopter of technology, but at the same time the human resource will still play a major role in BFSI. ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഈ സമയത്ത് നിക്ഷേപകർക്ക് എന്താണ് അവരുടെ ഓരോ പ്രായത്തിലും ഒരു നിക്ഷേപ ശൈലി എങ്ങനെ വേണം? ഓരോ പ്രായത്തിന് ഉള്ള ഈ സ്റ്റാൻഡേർഡ് ഫോമുലയാണ്. എനിക്കൊന്ന് എല്ലാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും പറയുന്ന ഒരേ ഫോമുലയാണ്. കാരണം ആദ്യം തന്നെ നിക്ഷേപം തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അവർക്കൊരു ഫിനാൻഷ്യൽ അവയർനെസ്സിൻ്റെ ആവശ്യമില്ലേ? ഇന്നിപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു, പണ്ടത്തെ സാഹചര്യത്തിന് പോലെയല്ല. എനിക്കൊന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ 15 വർഷം മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇത് ഗ്രോ ചെയ്യും, ആൾക്കാർക്ക് ഒന്നും അവെയർ അല്ല വരും എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അവെയർനെസ് ഒക്കെ ഒരു പരിധിവരെ എല്ലാവർക്കും ഉണ്ടെന്നാണ്. അത് എത്രത്തോളം അവർ ഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ ഇതിൻ്റെ എല്ലാത്തിനും അവെയർനെസ് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ആദ്യത്തെ കാര്യം ഡിസിപ്ലിനാണ്.
ഒരു ഫിനാൻഷ്യൽ മാറ്റർ എടുക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ഇപ്പം നമ്മളൊരു വീടിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ ഒരു EMI അടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിൻ അല്ലേ, നിർബന്ധമല്ലേ? അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം എന്നുള്ളതൊരു ഡിസിപ്ലിനാണ്. അതേപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അത് ചെയ്യണം എന്നുള്ള ഡിസിപ്ലിനാണ്. അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട ഡിസിപ്ലിനാണ്. നമ്മുടെ ഈ ഗിഗ് ഇക്കോണമിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഗിഗ് എക്കോണമി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വരുന്നില്ല. കാരണം അവർ അന്നേന്നുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങളും പെട്ടെന്നുള്ളൊരു ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങളും മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഫണ്ടമെൻ്റലി ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലാണ്ട് ബാക്കി പ്രിൻസിപ്പിൾസൊക്കെ സെയിം ആണ്. 20, 30, 20 to 30 ഇയേഴ്സ് ഉള്ള ആൾക്കാർ 100% ഇക്വിറ്റിയിലായിരിക്കണം ഇടേണ്ടത്. കാരണം അവർക്ക് റിസ്ക് ഇല്ല. 30 to 40 ആകുമ്പോൾ അത് റേഷ്യോ മാറ്റി ഒരു 70-30 ആക്കണം. 40 എബോവ് ആകുമ്പോൾ 50-50 ആക്കണം. 60 എബോവ് ആകുമ്പോൾ നേരെ തിരിക്കണം. 70% ഡെറ്റ് ആയിരിക്കണം, പിന്നെ ഇക്വിറ്റി ആക്കാൻ പാടുള്ളൂ. 60 എബോവ് ആകുമ്പോൾ പിന്നെ അത് 80 ആക്കണം. അങ്ങനത്തെ ഒരു ഫോമുല, അത് സിമിലർ ഫോമുലയാണ്. അതൊന്നും ഒരിക്കലും എന്നും അത് മാറാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ഈസ് ആ ഫോമുല ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എഴുതി വച്ചിരിക്കുന്ന എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ഫോളോ ചെയ്യാൻ അതിന് വേറെ റൂളൊന്നുമില്ലല്ലോ, അടിയും പിടിയൊന്നുമില്ലല്ലോ. അത് റൂൾ അത് സ്വന്തമായിട്ട് ചെയ്യണ്ടേ, ആരും തല്ലാനും പിടിക്കാനൊന്നുമില്ലല്ലോ. അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം വരുന്നതും അതിനുള്ള മെച്യൂരിറ്റി വരുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുവാണ്. ഹെഡ്ജ് ഗ്രൂപ്പിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ്? സിംഗിൾ ലൈനിൽ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വി ഹാഡ് എ കോർ മീറ്റിംഗ്. അതിൻ്റെ അത് മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞത് ബി റെലവൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. റെലവൻസ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേൾഡാണ് റെലവൻസ് ആകുക. നമ്മൾ എന്ത് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നത് തന്നെ അതിൻ്റെ അകത്ത് ഒരു റെലവൻസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് ഇറലവൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറലവൻ്റ് ആയിക്കൊണ്ടിരുന്നാൽ മാറിയില്ലേ. റെലവൻസ് ആവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എഫിഷ്യൻ്റ് ആവുക. കാരണം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നത് ടെക്നോളജി ത്രൂ ആയിരിക്കണം, ഹ്യൂമൻ റിസോഴ്സിന് ത്രൂ ആയിരിക്കണം. ഇത് രണ്ടിൻ്റെയും ഒരു മിക്സിലാണ് വരുന്നത്. കാരണം പീപ്പിൾ വിൽ നോട്ട് കോംപ്രമൈസ് ഓൺ എഫിഷ്യൻസി. ഇഫ് സമൺ ഇസ് ഡൂയിങ് ബാഡ് they don't have to wait for it to, അവർക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വേറൊരാളുണ്ട് അവിടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ. വേറെ സിസ്റ്റം അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഓർഡർ ചെയ്തു, ഇന്ന സമയത്തിന് വന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്യും. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിന് ഡെലിവറി ചെയ്തില്ലെങ്കിൽ അടുത്തല്ലേ ഡെലിവറി ചെയ്യും. നമ്മൾ സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട് എടുക്കും, അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് എടുക്കും, മാറ്റീവ് എടുക്കും. ദർ ഇസ് എ സിസ്റ്റം ഔട്ട് ദെയർ. അപ്പോൾ എഫിഷ്യൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം, റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം അതാണ് പ്രിൻസിപ്പിൾ അണ്ടർലൈനിങ്. നമുക്കിപ്പം ഹെഡ്ജ് എക്വിറ്റീസ്, ഹെഡ്ജ് ഫിനാൻസ്, ഹെഡ്ജ് സ്കൂള് 3 വെർട്ടിക്കലാണ്. ഹെഡ്ജ് എക്വിറ്റീസ്, ഹെഡ്ജ് ഫിനാൻസ്, ഹെഡ്ജ് സ്കൂള്. ഇക്വിറ്റീസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ്, ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻസിങ് സൈഡ്, ലെൻഡിങ് സൈഡ്. സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു CSR ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് ഒരുപാട് ഫിനാൻസ് മാർക്കറ്റ് പ്രൊഫഷണൽസിന് ആവശ്യമുള്ള സമയമാണ്. കാരണം ഇതെല്ലാം മനസ്സിലാക്കി ഈ BFSI സെഗ്മെൻറ്റിൽ തന്നെ ഒരു കംപ്ലീറ്റ് റീഓറിയൻറ്റേഷൻ ചെയ്യേണ്ട സമയമാണ്. കാരണം പണ്ടത്തെ ക്ലറിക്കൽ വർക്ക്സ് നിന്ന് മാറി ബാങ്ക് ടെസ്റ്റ് എടുത്തിട്ട് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ഇന്ന് ഒരു അഡ്വൈസറി പൊസിഷനിലേക്ക്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് ആൾക്കാർ മാറേണ്ട സമയമായി. അപ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻ ലെവൽസ് എല്ലാം മാറും. അപ്പോൾ അതിലേക്കൊരു വലിയൊരു വലിയൊരു പാർട്ട് പ്ലേ ചെയ്യാൻ ഉണ്ടെന്നുള്ളതാണ് ഹെഡ് സ്കൂളിന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റഗ്രേഷൻ മാത്രമല്ല, ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എൻക്വയറീസ് ഫ്രം വേരിയസ് ബാങ്ക്സ് ടു ഗിവ് good professionals. അപ്പോൾ ഹെഡ് സ്കൂൾ ഈസ് ഓൾസോ ടുഡേ ഡൂയിങ് ലോട്ട് ഓഫ് വർക്ക് ഇൻ ദാറ്റ് റിഗാർഡ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലക്സ്, ഓഹരി വിപണിയിലെ ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച്, നിക്ഷേപകർ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിന് നന്ദി.